ആശിഷി നമസ്കാരം. എന്താ പറയാ, സിനിമ എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ആശിച്ചിയുടെ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും നർത്തകി എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ഗ്രേറ്റ് ഫാനാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെർഫോമൻസും ആശിച്ചിയുടെ ശരിക്കും ജീവനുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, തമിഴും ഗീത IPS തന്നെ. അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു നർത്തകിയായിട്ടാണോ കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നത്, കൂടുതൽ സന്തോഷം തരുന്നത്, അതോ സിനിമയിൽ വന്ന് ഇതിന് ശേഷമാണോ? രണ്ടിനും രണ്ട് സാറ്റിസ്ഫാക്ഷൻ ആണ്. നൃത്തം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് വരികയാണ്. നമ്മളുടെ മുന്നിലിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു റിയാക്ഷൻസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നൃത്തം ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ആസ്വാദനത്തിന്റെ ശൈലിയും നമ്മളിൽ കൂടുതൽ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ടീം വർക്ക് ടോട്ടൽ ഒരു സിനിമയിലെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം. ഈ ഫസ്റ്റ് ഫിലിമിന്റെ ഓഫർ വന്നപ്പോൾ ശരിക്കും എങ്ങനെ ഒരു ഡിസിഷൻ, ഓക്കെ ഇനി സിനിമ ചെയ്യാം, അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? സിനിമ ഒരു വലിയ സ്വപ്നമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടെലിവിഷൻ സീരിയൽ അഭിനയിച്ചു. ആ സമയത്ത് തന്നെയാണ് കുറച്ച് ഓഫേഴ്സൊക്കെ വന്നത്. കുറച്ചല്ല, എക്സെപ്റ്റ് വർഷം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഓരോ സിനിമകളിൽ. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ടൈപ്പായി പോവാണ്ട് അല്ലേ, അതെ, ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അങ്ങനെയാണ് ശ്രമിക്കുന്നത്. അതെ, ഒരു നർത്തകി എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു ഡ്രീം റോൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടാവും ഇല്ലേ? ഒരു മുഴുനീള നർത്തകി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിപ്പോഴും നൃത്തത്തിനൊരു സാധ്യതയുണ്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. അല്ല, കുറച്ചും കൂടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആ ഒരു നൃത്തത്തില് കുറച്ചും കൂടിയും ആ ഒരു നൃത്തത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ, അത്തരത്തിലൊരു സിനിമ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സന്തോഷമാണ്. സിനിമയിലാണെങ്കിലും വേദിയിലാണെങ്കിലും അങ്ങനെ തിരക്കില്ല. പക്ഷെ ദൃശ്യം എന്ന് പറയുന്നത് ദൃശ്യം മലയാളം, തമിഴും, കന്നഡയും എല്ലാം ഉണ്ടായിരുന്നു. അതെ, തമിഴ് അങ്ങനെ. പക്ഷെ എല്ലാം ഒരു 3 മാസം കൂടുമ്പോൾ ഒരു സിനിമ, അങ്ങനെ ഒരു ടൈം ലിമിറ്റിലാണ് സിനിമകൾ ചെയ്യുന്നത്. അങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ സിനിമയ്ക്ക് മാക്സിമം ഒരു 15 to 20 days മതി. വീട്ടില് ഇപ്പം ഷൂട്ടിങ്ങും ഞാൻ എല്ലാ 5 ദിവസം കൂടുമ്പോഴും, ഞാനിപ്പോ ഒരു 15 days ആണ് ഒരു ഷൂട്ടിന് ഡേറ്റ് കൊടുക്കുന്നതെങ്കിലും 5 ദിവസം ഞാൻ ദുബായി പോയി 3-4 ദിവസം നിന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയാണ് അല്ലെ എന്നാണ് വിശ്വാസം. വർഷം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ഉള്ള സിനിമയാണ്. മമ്മൂക്കയുണ്ട്, രഞ്ജിത് ശങ്കറിന്റെ സംവിധാനമാണ്, മമതയുണ്ട്, ഒരുപാട് നല്ല കലാകാരന്മാരുള്ള സിനിമയാണ്. നല്ലൊരു ടീമാണ്, നല്ല ടീം വർക്കാണ്. നന്ദിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മളിലൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. നന്ദിനിയിലുണ്ട് ടിപ്പിക്കൽ പെണ്ണ് എന്ന് പറയും, ടിപ്പിക്കൽ സ്ത്രീ, ടിപ്പിക്കൽ ഹൗസ് വൈഫ് ആണ് നന്ദിനി. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇമോഷൻ, ഷീസ് റിയലൈസിങ് വാട്ട് ഇസ് ലൈഫ്. ഓക്കെ. വേണു എന്ന് പറയുന്ന ഭർത്താവായിട്ട് എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പരാതിയും പരിഭവമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് സ്നേഹിക്കുന്നു വേണുവിനെ. വേണുവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇത്രയും ഒരു മഹാനടന്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരുപാട് സീൻസ്. ഇപ്പം വർഷത്തിൽ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ സീനുകളിലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു. ഒരു സിനിമ സെലക്ട് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ നോക്കാറുണ്ട്. പിന്നെ ഒരു ടോട്ടൽ സിനിമ എന്താവുന്നൊന്നും നമുക്ക് അതിന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നല്ലൊരു സിനിമയുടെ ഭാഗമാവുക, നല്ല സംവിധാനം, നല്ല കോ ആർട്ടിസ്റ്റുകൾ, നല്ലൊരു ഭാഗമാവുക എന്ന് മാത്രം. ഇപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ മാത്രമാണോ അങ്ങനെയൊന്നും നോക്കിയിട്ട് ഒരിക്കലും ഞാൻ ദൃശ്യത്തിന്റെ ഇങ്ങനെ ഒരു വിജയമൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഓക്കെ, അല്ല അത് ശരിക്കും ഒരു എന്താ പറയാ, അത് കാണാത്തൊരു മലയാളി പ്രേക്ഷകനും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയും ജനങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം വന്ന ഒരു മലയാളത്തിൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്.